തൊടുപുഴയിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ്. തൊടുപുഴ നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. തൊടുപുഴ നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തീയതി കൃത്യമായി രേഖപ്പെടുത്താത്തതിനും അടുക്കളയുടെ പരിസരം വൃത്തിയില്ലാതെ ഉപയോഗിച്ചതിനും ഉടമകൾക്ക് നോട്ടീസ് നൽകി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇറച്ചി സ്റ്റാളുകളിൽ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നറിയുന്നതിനായി മങ്ങാട്ടുകോല മുതലക്കുട സ്റ്റാളുകളിൽ പരിശോധന നടത്തി. പഴയ മാംസം പരിശോധനയിൽ കണ്ടെത്താനായില്ല. പരിശോധനയിൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോ മാത്യു, ദേവസേനൻ GS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീശൻ VP, ദീപ PV എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന നടത്തുവാൻ നഗരസഭാ സെക്രട്ടറി ബിജു ജേക്കബ്, ചെയർമാൻ K ദീപക് എന്നിവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ പാത്രങ്ങൾ കഴിയും മാറി വർക്ക് ഓപ്പറേറ്റർ വന്നോ? ശരി, അത് ലൈറ്റില്ലേ? ഉണ്ട്. അടിയിൽ അതിൻ്റെ അടിയിലേ കട്ടൗട്ട് ഇരുന്ന അത് ഓഫാക്കിയ ശേഷം തൊടുപുഴ നഗരസഭയിൽ പല ഹോട്ടലുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര ശുചിത്വമില്ലാതെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. തൊടുപുഴ നഗരസഭയിലെ മുഴുവൻ ഹോട്ടലുകളും വരും ദിവസങ്ങളിൽ പരിശോധിക്കുന്നതിനും പരിശോധിച്ച് അതിനകത്ത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനും വേണ്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് നഗരസഭയിലെ ഏതാണ്ട് 15ഓളം ഹോട്ടലുകളും അതുപോലെ അറവുശാലകളും പരിശോധിക്കുകയുണ്ടായി. പല സ്ഥലങ്ങളിലും കണ്ടത് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം പല സ്ഥലങ്ങളിലും വേണ്ടത്ര ശുചിത്വം പാലിക്കുന്നില്ല, പഴകിയ ഭക്ഷണങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പഴകിയ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അത് കൈയോടെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ശുചിത്വമില്ലാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരസഭാ പ്രദേശങ്ങളിലെ മുഴുവൻ ഹോട്ടലുകളിലും ഈ പരിശോധന നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്.